Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന iOS 16.1ന്റെ ബീറ്റ 5 ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 356 MBയിലാണ് ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16 ബീറ്റ 12 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13 ബീറ്റ 11 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16.1 ബീറ്റ 5 റിലീസ് ചെയ്തിട്ടുണ്ട്, HomePodOS 16.1 ബീറ്റ 5ഉം റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതിയ വാച്ച്OSന്റെ ബീറ്റ മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആവാത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു iOS 16.1 ബീറ്റ 5ൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. നമുക്ക് തുടക്കം തന്നെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 20B5072B എന്ന് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ RC റിലീസിന് തൊട്ട് മുമ്പുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു ആൽഫബറ്റ് ബിന് പകരം ആൽഫബറ്റ് A ആയിരിക്കും വരുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ പറഞ്ഞ റിലീസ് കാൻഡിഡേറ്റ് വരുന്നത്. പിന്നീട് ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും എന്നായിരിക്കും നമ്മുടെ ഈ ഒരു iOS 16.1 ഒഫീഷ്യലി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളിംഗ് കണക്ടിവിറ്റി വല്ല ഇഷ്യൂസ് ഉണ്ട് ആൾക്കാർക്ക്, ആ ഒരു ഇഷ്യൂസ് ഈ ഒരു അപ്ഡേഷനുള്ളിൽ മാറാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു കോളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനൊരു 5-10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയുന്നത് അവർക്ക് പറയുന്നത് എനിക്കും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ജസ്റ്റ് ഹലോ 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 എന്ന് മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പ്രശ്നം ഈ ഒരു അപ്ഡേഷനിലൂടെ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് 5G, നമ്മുടെ ഇന്ത്യയിൽ 5G എൻറോൾ ചെയ്യാനുള്ള അപ്ഡേഷൻ ഇപ്പോഴും ഈ ഒരു iOS 16.1ൻ്റെ ബീറ്റ 5ലും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഈ അടുത്തറിയുന്ന ലീക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ iOS 16.2 അതായത് നമ്മുടെ ഈ പറയുന്ന ഡിസംബർ ആയിട്ട് വരുന്ന ആ ഒരു അപ്ഡേഷനിലായിരിക്കും ആപ്പിൾ 5G മിക്കവാറും എൻറോൾ ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഒരു അപ്ഡേഷനായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാൾപേപ്പർ സെറ്റില്ലേ, ഈ ഒരു വാൾപേപ്പർ സെറ്റ് നമുക്ക് ഏകദേശം ഒരു 200 എണ്ണം വരെയും സെറ്റ് ചെയ്യാൻ പറ്റും. 200 എണ്ണം സെറ്റ് ചെയ്യാനാണ് ആപ്പിളിൽ നിന്ന് ആ ഒരു ട്രിഗറിങ്, അതായത് നമ്മുടെ മാക്സിമം ലിമിറ്റായ വാൾപേപ്പർ സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിനി ഏതെങ്കിലും പഴയത് ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ട്രിഗർ മെസ്സേജ് ആപ്പിൽ നിന്ന് വരുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് 200 എണ്ണം വരെ നമ്മുടെ ഈ പറയുന്ന നമുക്ക് വാൾപേപ്പർ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് പറഞ്ഞത് നമ്മുടെ ബഗ്ഗുകളും ബഗ് ഫിക്സസുമാണ്. ബഗ് ഫിക്സസിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ പറഞ്ഞ മ്യൂസിക് ആപ്ലിക്കേഷനിലാണ്. മ്യൂസിക് ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഞാനൊരു പാട്ട് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ആ മ്യൂസിക് ആപ്ലിക്കേഷൻ നമ്മൾ പാട്ട് പ്ലേ ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മ്യൂസിക് ആർട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു ഫ്ലോയും നല്ല രീതിക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പണ്ട് ഈ ഒരു മ്യൂസിക് ആപ്പിൻ്റെ വിജറ്റിന് ഒരു ചാടിക്കളിക്കുകളുണ്ടായിരുന്നു. ആ ഒരു ബഗ് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനാലിറ്റിയുടെ ഇറർ ഇപ്പോൾ ആപ്പിൾ നല്ല ഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്ത്നെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു സ്മൂത്ത്നെസ് ഈ ഒരു ആപ്പിളിൻ്റെ മ്യൂസിക് ബഗ്ഗിൽ വന്നിരുന്ന ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ബഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ആപ്പിൾ യൂസേഴ്സിനൊന്നുമില്ല, ചില ആപ്പിൾ യൂസേഴ്സിന് മാത്രമായിട്ട് ഒരു ഇഷ്യൂ ആണ് വരുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഡിസ്പ്ലേയുടെ ഫ്ലിക്കറിങ് അഥവാ ഗോസ്റ്റ് സ്ക്രീൻ ഫ്ലിക്കറിങ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ ഡിസ്പ്ലേ ചില സമയത്ത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യും. ഈ ഫ്ലിക്കർ ചെയ്യുന്നത് നമ്മുടെ ഐസ് കൊണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളൊരു ഫോൺ എടുത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഈ പറഞ്ഞ ഫ്ലിക്കറിങ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ആ ഒരു ഇഷ്യൂവും ഇപ്പോഴും ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല.
അതേപോലെ തന്നെ വേറൊരു ബഗ്ഗാണ് നമ്മുടെ ഈ പറഞ്ഞ iPhone 14 Pro സീരീസിൽ നമുക്ക് ടേൺ ഓൺ ചെയ്യുമ്പോഴും ടേൺ ഓഫ് ചെയ്യുമ്പോഴും നമുക്കൊരു സ്പെഷ്യൽ സൗണ്ട് ഈ ഒരു iPhone 14 സീരീസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ട്യൂൺ നമുക്ക് ഇപ്പോഴും ഈ ഒരു ബീറ്റയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ചില ഡിവൈസിൽ നമുക്ക് ടേൺ ഓൺ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ടേൺ ഓഫ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല. ആ ഒരു ബഗ് ഇപ്പോഴും നമ്മുടെ iPhone 14 Pro സീരീസിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫോമൻസിൽ ഞാൻ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു ഒപ്റ്റിമൈസേഷനും എനിക്ക് ഈ ഒരു ബീറ്റ 5 നല്ല രീതിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ Geekbench റിസൾട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ Geekbench റിസൾട്ടിൽ സിംഗിൾ കോറിൽ വരുന്നത് 1328ഉം മൾട്ടി കോറിൽ വരുന്നത് 3308ഉമാണ്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എനിക്ക് ഈ ഒരു ബീറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അതൊരു കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഹെൽത്ത് ആയിരിക്കില്ല. നമ്മുടെ ഈ പറഞ്ഞ ഓരോ അപ്ഡേഷന് ശേഷവും നമ്മുടെ ഫോൺ എടുക്കുക, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഈ റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ ഉണ്ടാകുന്ന ചെറിയ മൈനറായിട്ടുള്ള ബഗ്ഗുകളൊക്കെ ആ റീസ്റ്റാർട്ടിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നീട് മേജറായിട്ട് വരുന്ന ബഗ്ഗുകളാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്ലിക്കറിങ്, അതേപോലെ ഹെവി ആയിട്ടുള്ള ബാറ്ററി ഡ്രെയിനിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ബാറ്ററി പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എനിക്ക് 88% ഇനിയും ബാക്കി നമ്മുടെ ബാറ്ററി ഹെൽത്തിലുണ്ട്. പിന്നീട് ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് ഈ ഒരു ബാറ്ററി ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 26 മിനിറ്റുമാണ്. എൻ്റെ സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറും 40 മിനിറ്റുമാണ്. ഇപ്പോൾ പിന്നീട് തെർമൽ ഇഷ്യൂയുടെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും എൻ്റെ ഡിവൈസിൽ ചൂട് ആയിട്ട് ഒരു ഫീലിംഗ് എനിക്ക് വരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു ബാറ്ററി മൊഡ്യൂളിൻ്റെ ഭാഗത്താണെങ്കിലും എനിക്ക് ചൂട് എന്ന് പറഞ്ഞ കാര്യം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ ബീറ്റ 4 പറഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ ചെറുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഒരു തെർമൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ അവർ നല്ല രീതിക്ക് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്നാണ് നമ്മുടെ iOS 16.1 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നാണ്, അതായത് ഈ ഒരു വീക്കിലാണ് നമുക്ക് ആ ഒരു ബീറ്റ 5 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ബീറ്റ 5ൻ്റെ ബിൽ നമ്പർ നോക്കുമ്പോൾ നമുക്കറിയാം അവസാന നമ്പർ B ആണ്. നമുക്ക് ഒന്നെങ്കിൽ ആപ്പിൾ ഈ പറഞ്ഞ A എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷൻ റിമൂവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റിമൂവ് അല്ല സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത വീക്കിൽ നമുക്ക് ഈ പറയുന്ന റിലീസ് സ്റ്റാൻഡേർഡ് ആപ്പിൾ നമുക്ക് അപ്ഡേഷനായിട്ട് തരുന്നതായിരിക്കും. അതായത് ഈ ഒരു അടുത്ത വീക്കിൽ, അത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ വീക്കിലായിരിക്കും നമുക്ക് ഈ പറഞ്ഞ iOS 16.1ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ മാക് റൂമേഴ്സൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈ പറഞ്ഞ ഒക്ടോബറിൻ്റെ അവസാനം നമുക്ക് iPadOS 16 അല്ലെങ്കിൽ iPadOS 16.1 എന്ന് പറയുന്ന ഐപാഡിൻ്റെ പുതിയ അപ്ഡേഷൻ എന്തായാലും റിലീസാവുന്നതായിരിക്കുന്നു. അപ്പോൾ മിക്കവാറും നമ്മുടെ macOS വെഞ്ചൂറയും ഇതേപോലെ നമ്മുടെ iOS 16.1ഉം പിന്നീട് WatchOSഉം HomePodOSൊക്കെ നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഒക്ടോബറിൽ ലഭിക്കുമെന്നാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 16.1ൻ്റെ ഡെവലപ്പർ ബീറ്റ 5ൻ്റെ പുതിയ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നമ്മുടെ തൊട്ട് താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഓരോ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടെ എന്തായാലും എനേബിൾ ചെയ്യുക. അതുമാത്രമല്ല, ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് അപ്ഡേഷൻ വേണമെങ്കിൽ
നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അപ്ഡേഷൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Abin, Xavier, signing from Abin.